ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിന്ദൂസ് കിച്ചൺ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ മലയാളികളുടെ എക്കാലത്തെയും ഫേവറേറ്റ് ഫുഡായിട്ടുള്ള പൊറോട്ടയാണ്. വീശിയടിച്ചുണ്ടാക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മളിൽ പലരും ഇതൊന്നും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വീശിയടിക്കാതെ എങ്ങനെ ഇത്ര മനോഹരമായിട്ടുള്ള നല്ല സോഫ്റ്റ് ലെയറൊക്കെ വന്നിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പൊറോട്ട തയ്യാറാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളവ തന്നെയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദപ്പൊടിയാണ്. ഒരു 750 ഗ്രാം മൈദയാണ് ഇത്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള സോഡപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 കോഴിമുട്ടയാണ്. നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതുപോലെ ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ്. തിളപ്പിച്ച് വെച്ച പാലൊന്നും അല്ല ഇത്. ഫ്രിഡ്ജിൽ നിന്നെടുത്ത ശേഷം കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച പാലാണിത്. ഒരു 10 ടീസ്പൂൺ അളവിൽ പാല് കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മുഴുവനായിട്ട് വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ മാവ് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് ശരിയായിട്ട് കിട്ടേണ്ടത്. ഏകദേശം ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു ടീസ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തുണി നനച്ച് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റോളം നമുക്കിതിങ്ങനെ തന്നെ വെക്കണം. അപ്പോഴേക്ക് നമ്മുടെ മാവൊക്കെ പരത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യൊക്കെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു 3 ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഡാൽഡ തീരെ ഉപയോഗിക്കാതെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ 3 ടീസ്പൂൺ അളവിൽ നെയ്യ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. നമ്മുടെ നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഇതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ മാവ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണ്ട പൊറോട്ടയുടെ എണ്ണത്തിനനുസരിച്ചും വലുപ്പത്തിനനുസരിച്ചും വേണം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 7 പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പീസും 2 പൊറോട്ടയുടെ മാവ് വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പീസുകളൊക്കെ ഒന്ന് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ബോളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബോളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് നമ്മൾ ഒരുക്കി വെച്ച നെയ്യൊക്കെ ഈ കൗണ്ടർ ടോപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് പരത്തുന്നത് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന കോല് ഉപയോഗിച്ചാണ്. നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത കാരണം നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റും.
ഇങ്ങനെ എല്ലാ ബോൾസും നമ്മളിങ്ങനെ ചപ്പാത്തി പോലെ പരത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ ചപ്പാത്തിക്കോൽ ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തി എടുക്കണം. സെൻറ്റർ നമ്മൾ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ സൈഡ്സും നല്ല തിന്നായിട്ട് വേണം നമ്മളിത് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാവ് ഒന്ന് വലിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ടൊന്ന് വലിച്ച് നീട്ടി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല നൈസായിട്ട് നമ്മുടെ മാവൊക്കെ വലിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നൈസാണ് ഇതെന്ന്. ഇത്രയും സൂപ്പറായിട്ട് തിന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 പൊറോട്ടയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ മാവ് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് റോള് പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ എഡ്ജ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുകയാണ്. ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. നമ്മൾ കൈ ഉപയോഗിച്ച് പത്തിരിയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലെയറൊക്കെ നല്ല കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ലാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട നമ്മൾ കല്ലിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഇതിൻ്റെ പുറത്തും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് നമ്മുടെ പൊറോട്ട ഒന്ന് ഉടച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കൈ ഉപയോഗിച്ച് ഒന്നിങ്ങനെ എല്ലാ സൈഡും ഒന്ന് ഉടച്ചു കൊടുക്കണം. നല്ല ചൂടുണ്ട്. ഇപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ പൊറോട്ട അതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സൂപ്പറായിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മുടെ പൊറോട്ട സൂപ്പറായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ എന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ടേക്ക് കെയർ.